അവളുടെ സ്വർണം നീയലട എടുത്തത്? അയ്യോ, ഞാനല്ല സാറേ. കള്ളം പറയുന്നടാ. നീ എന്താ എഴുതിയേ? നിന്നെ ഞങ്ങൾ പൊക്കൂലെന്ന് ഓർത്തോ? എന്റെ സാറേ, ഇവര് എന്റെ ഓട്ടോയിൽ കയറി എന്നുള്ളത് സത്യമാ. ആ, അപ്പൊ പിന്നെ നീ തന്നെ സ്വർണം എടുത്തേ? അയ്യോ, ഞാൻ പറയുന്നൊന്ന് കേക്ക് സാറേ. ശരി, എടുത്ത സ്വർണം നീ എന്ത് ചെയ്തു? ഉരുക്കി വിറ്റോ അതോ പണയം വെച്ചോ? ഒന്നും ചെയ്തില്ല സാറേ. കിട്ടിയാലല്ലേ ചെയ്യാൻ പറ്റൂ. ഇവരെ കൊണ്ടുവരുന്ന വഴിക്ക് എന്റെ ഓട്ടോ ഒന്ന് കേടായി. പിന്നെ വേറെ ഒരു ഓട്ടോയിൽ കയറ്റി ഞാനിവരെ വിടുകയായിരുന്നു. ആ ഓട്ടോക്കാരൻ ഏതാടാ? ഏത് സ്റ്റാൻഡിൽ കിടന്ന് അവൻ ഓടുന്നത്? അതൊന്നും എനിക്കറിയില്ല സാറേ. രാത്രിയിലൊരു ഓട്ടോ കണ്ടു, ഞാനിവരെ അതിൽ കയറ്റി വിടുകയും ചെയ്തു. ഇനി ചിലപ്പോ ആ രണ്ടാമത് കയറിയ ഓട്ടോയിലായിരിക്കുമോ മോളെ നമ്മൾ ബാഗ് വെച്ച് മറന്നത്? എനിക്കറിയില്ല അച്ഛാ. എന്തൊക്കെയാ നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് എനിക്കറിയില്ല. എടാ, സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇനി ഓട്ടോ സ്റ്റാൻഡിൽ കിടന്ന് ഓടില്ല. സത്യം സാറേ ഞാൻ പറഞ്ഞത്. കാര്യം ഗതികേടായിരിക്കാം, പക്ഷേ അന്യന്റെ 1 രൂപയെങ്കിൽ 1 രൂപ. ഓട്ടോയിൽ കിടന്ന് കിട്ടിയ 10 രൂപയുടെ പെട്രോൾ കത്തിച്ചിട്ടായാലും കൊണ്ടുപോയി കൊടുക്കുന്ന ശീലം ഞങ്ങൾ ഓട്ടോക്കാർക്കുണ്ട് സാറേ. അതുകൊണ്ട് പറയാ, ഇവരുടെ സ്വർണം ഞാൻ കണ്ടിട്ടില്ല സാറേ. ഇവരെല്ലാ ബാഗുകളും എടുത്താണ് വന്ന ഓട്ടോയിൽ കയറി പോയത് സാറേ. ചിലപ്പം ശരിയായിരിക്കും സാറേ. മറന്നു വെച്ചത് ആ ഓട്ടോയിലായിരിക്കും. ഇതിപ്പോ ഏത് ഓട്ടോയിലാ വച്ചതെന്ന് നിങ്ങൾക്ക് എന്നെ ഉറപ്പില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശരിക്കൊന്ന് ഓർത്തു നോക്കിയേ, ആ ഓട്ടോയിൽ തന്നെ ആണോന്ന്. എടുത്തു വെച്ചപ്പോ ആ കവർ അതിലുണ്ടായിരുന്നു ഒന്ന്. അതിപ്പോ കൃത്യമായിട്ട് ഓർക്കുന്നില്ല സാർ. നീ എങ്ങാനും എടുത്തിട്ടുണ്ടോടാ? സാർ, ഞാൻ എടുത്തിട്ടില്ല സാർ. ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പൊക്കോട്ടെ സാറേ. ഇന്നത്തെ എന്റെ ഓട്ടം. അങ്ങോട്ട് മാറിക്കടാ. എടാ, നീ ഒന്നുകൂടെ ഒന്ന് ഓർത്തു നോക്കിയേ. നീ അവിടുന്ന് ഇവരെ വിളിച്ച് കയറ്റി വിട്ട ആ ഓട്ടോയെ കുറിച്ച് നിനക്ക് വല്ല ഐഡിയ ഉണ്ടോന്ന്? ഞാൻ പറഞ്ഞല്ലോ സാറേ, ആ സമയത്ത് അതുവഴി വന്നൊരു ഓട്ടോയില്. എടാ, ഈ കുട്ടിയുടെ കല്യാണമാ. അത് കിട്ടിയാലേ ഈ കല്യാണം നടക്കൂ. ഞാൻ എടുത്തില്ല സാറേ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയാനാ സാറേ? ഓ, ഇവനെ പിടിച്ചങ്ങോട്ട് മാറ്റി എടുത്തോ. എന്തായാലും നിങ്ങൾ എങ്ങനെ ഇവിടെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല. ആ ഓട്ടോ ഏതാന്ന് അറിയട്ടെ, അല്ലാതെ വേറെ നിവർത്തിയില്ല. എത്ര നേരം വെച്ചാ ഒന്നും കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത്? ദാ, ഇത് കഴിക്കേ. വേണ്ട മാമി, എനിക്കൊന്നും വേണ്ട. ഞാനിവിടെ പട്ടിണി കിടന്നോളാം. തീരട്ടെ, എന്നെ കൊണ്ടുള്ള ശല്യം തീരട്ടെ. എനിക്ക് ആരുമില്ലല്ലോ. എന്റെ ഇഷ്ടങ്ങളും സങ്കടങ്ങളും കേൾക്കാനും പറയാനും എന്നെ ആശ്വസിപ്പിക്കാനും എനിക്ക് ആരുമില്ലാതായി പോയില്ലേ? എന്തൊക്കെയാ മോളെ നീ പറയുന്നേ? നിന്നോട് ഇഷ്ടവും സ്നേഹവും ഇല്ലാഞ്ഞിട്ടാണോ നിനക്ക് വേണ്ടി മാമി ഈ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നേ? എനിക്കറിയാം, എല്ലാവരും കൂടി എന്റെ ജീവിതം ഇല്ലാതാക്കും. നീ ഒന്ന് സമാധാനപ്പെട്. എല്ലാത്തിനും നമുക്ക് വഴിയുണ്ടാക്കാം. ദാ, നീ ഇതൊന്ന് കഴിച്ചേ. വേണ്ട മാമി, എനിക്ക് തീരെ വിശപ്പില്ല. ഇന്നത്തെ ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എന്തെങ്കിലും കടുകൈ ഞാൻ ചെയ്യും. ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ ഇല്ലാതാവും, ഉറപ്പാ. നൂറേ, നീ കരുതുന്ന പോലെ അതൊന്നും അത്ര എളുപ്പമല്ല. ഇതെങ്ങാനും ഇവിടെയുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ നീ ഒന്ന് ഓർത്തു നോക്കിക്കേ. നിന്നെ കെട്ടുന്നവനെയും നിന്നെയും നിന്നെ സഹായിച്ച ഈ എന്നെയും അവര് ചിലപ്പോ കൊന്നു കുഴിച്ചു മുടിയെന്നിരിക്കും. അത്രയും വലിയൊരു അപകടം നമ്മളായിട്ട് വിളിച്ചു വരുത്തണോ? അതിനിതൊന്നും ഇവിടെ ആരും അറിയാൻ പോകുന്നില്ല മാമി. 11 മണിക്ക് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ അതുപോലെ തന്നെ ഞാൻ തിരിച്ചു വരില്ലേ? വിവാഹം നടന്ന കാര്യമൊക്കെ നമുക്കല്ലേ അറിയാവൂ. ഇവർക്കാർക്കും അറിയാൻ പറ്റില്ലല്ലോ. എന്നെ ഒട്ടും കാണാതായാലല്ലേ അതൊരു വലിയ പ്രശ്നമായി മാറേണ്ട കാര്യമുള്ളൂ. ദേവി, ഇത് മാമി എന്നെ ഒന്ന് സഹായിക്കണം. നീ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നീ പറയുന്ന പോലെ ഈ കാര്യങ്ങളൊക്കെ നടക്കും മോളെ? എന്റെ ഉള്ളിതേ കിടന്ന് പിടയ്ക്കുക. ഞാൻ മാമിയുടെ കാല് പിടിക്കാം, എന്നെ ഒന്ന് സഹായിക്കേ. അവരെവിടെ? എല്ലാരും ഞാൻ ചെല്ലാൻ വേണ്ടി കാത്തു നിൽക്ക. രജിസ്ട്രേഷൻ കഴിഞ്ഞ ആ നിമിഷം ഞാൻ അവിടുന്ന് പോരും. ഞാൻ പോകുന്നതും വരുന്നതും എല്ലാം ഇവിടെയുള്ള ആരും അറിയാൻ പോകുന്നില്ല. മാമിക്കൊരു ബുദ്ധിമുട്ടും വരാതെ ഞാൻ നോക്കിക്കോളാം. ഒന്നെന്നെ സഹായിക്കും മാമി.
എന്റെ ഉമ്മയോട് പറയും പോലെ പറയാ. നീ എന്നെ സങ്കടപ്പെടുത്തുവാണല്ലോ മോളെ. അവര് നിന്റെയും നസീറിന്റെയും കല്യാണ ലെറ്ററുകൾ വിളിക്കേണ്ടവരെ അഡ്രസ് എഴുതിക്കൊണ്ടിരിക്കുക. പാചകക്കാരെ വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുക. ഇതൊക്കെ അറിയാവുന്ന ഞാൻ കല്യാണപ്പെട്ട് ജീവനോടെ ഇരുന്നാലല്ലേ ഈ ഒരുക്കങ്ങൾ കൊണ്ട് ഗുണമുള്ളൂ. ഞാൻ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്ക. ഇന്ന് ഈ രജിസ്ട്രേഷൻ നടന്നില്ലെങ്കിൽ പിന്നെ നൂർജഹാൻ ഈ ഭൂമിയിലില്ല. അതെ, ഇവിടെ കൊണ്ടുവന്ന് തന്നെ നിങ്ങൾ രണ്ടുപേരെയും സന്തോഷത്തിന് വേണ്ടിട്ടാ കേട്ടാ. അതുകൊണ്ട് ആഘോഷിക്കാവുന്ന രീതിയിലൊക്കെ എന്റെ മക്കൾ ആഘോഷിച്ചോ. പക്ഷെ കൂട്ടം തെറ്റിട്ടിട്ട് എവിടെയെങ്കിലും പോയാ ഇനി ഓടാനുള്ള മാനസികാവസ്ഥ ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാ എന്റെ അച്ഛന് സമാധാനായിട്ടിരിക്കേ. അതെ, കുട്ടികൾക്ക് വേണ്ടി മാത്രമാണോ ഈ ട്രിപ്പ്? ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു മനസ്സ് എനിക്കുണ്ട്. എന്നാ കൊച്ചു മനസ്സൊന്ന് പറഞ്ഞാട്ടെ, ഏത് റൈഡിൽ ആദ്യം കയറണ്ടേ? അതിപ്പോ എല്ലാ റൈഡിലും കയറേണ്ടി വരും. ഓ ആണാ? എന്റെ ദൈവമേ. അപ്പോഴേ എല്ലാരും കൂടി ഐശ്വര്യമായിട്ട് കൈവച്ചോളൂ. ദേ ഇവിടെ മുതൽ നമ്മൾ നമ്മുടെ അടിച്ചുപൊളി തുടങ്ങാൻ പോവാണ്. റെഡി? 1 2